അജിംസെ, അതാണ് LDF യും UDF തമ്മിലുള്ള വ്യത്യാസം. അജിംസെ ഇപ്പം മനസ്സിലായില്ലേ? ഞങ്ങൾ വോട്ട് മാത്രം നോക്കിയിട്ടല്ല പദ്ധതികൾ ആരംഭിക്കുന്നത്, ജനങ്ങൾക്ക് വേണ്ടിയാണ് പദ്ധതികൾ ആരംഭിക്കുന്നത്. അതിൽ ചിലപ്പോൾ വോട്ട് കിട്ടും, ചിലപ്പോൾ കിട്ടാതിരിക്കും. ഞങ്ങൾക്കൊരു വീക്ഷണമുണ്ട്. അജിംസെ, ഞാനൊരു കാര്യം സത്യസന്ധമായി പറയട്ടെ. ഞാൻ സത്യത്തിൽ ഇവരുടെ കാര്യം ആലോചിക്കണമെന്ന് വെച്ചാൽ നിങ്ങളില്ലെങ്കിലുള്ള ഇവരുടെ അവസ്ഥയാണ്. ഇപ്പം തന്നെ ഒരു ചർച്ച തുടങ്ങി. ആദ്യം തന്നെ അജിംസ ഒരു സാധനം ഇട്ടങ്ങ് കൊടുത്തു. പറഞ്ഞ് കണ്ടാത്തൊന്നും ഇത്ര മര്യാദക്കാരായിട്ടുള്ള മര്യാദരാമന്മാരായിട്ടുള്ള വേറെ ആളുകളില്ലെന്ന് വിചാരിക്കും. കള്ള വോട്ട് എന്താ ഈ പറയുന്നത്? ഞാൻ ചോദിക്കുന്നത് ഇപ്പം എന്താ പറഞ്ഞത്? ഞങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും കയറി ഞങ്ങൾ പ്രവർത്തനം നടത്തി. ഇത് പറയണേട്ടതൊന്നും നമ്മൾ പിന്നെ എന്തിനാണ് പ്രവർത്തിക്കുന്നത്? ഒരു സ്ഥലത്തെ വോട്ടർമാരെ സംബന്ധിച്ച ധാരണ ഉണ്ടാകേണ്ട ആളുകളാണല്ലോ എല്ലാവരും. ഞാൻ ആ പോയിന്റ് അവിടെ നിൽക്കട്ടെ. ഇവിടെ മറ്റു കാര്യങ്ങൾ പറഞ്ഞു. എനിക്ക് ചിരിയാ വരുന്നത്. അരമണിക്കൂറാണെന്ന് മഴ പെയ്തത്. ഞാൻ പറയുന്നത് എന്നോണം പറയുന്നതിന് തന്നെ ഒരു പ്രത്യേകതയുണ്ട്. രാജു പി നായർ അന്ന് തൃപ്പൂണിത്തുറയിലായിരുന്നു എന്ന് എനിക്കറിയില്ല. റെയിൻഫോള് മറ്റേ അന്ന് പെയ്ത മഴയുടെ കണക്കുണ്ട്. 1 മണിക്കൂർ കൊണ്ട് മട്ടാഞ്ചേരിയിൽ, ഞാനന്ന് മട്ടാഞ്ചേരിയിലാണ്, 1 മണിക്കൂർ കൊണ്ട് മട്ടാഞ്ചേരിയിൽ പെയ്തത് 88 മില്ലിമീറ്റർ റെയിൻഫോളാണ്. കാരണം ഇപ്പോൾ എല്ലായിടത്തും ഗേജ് വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഈ ഞാൻ രാജുവിൻ്റെ സുഹൃത്താണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഗതികേടെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇവരുടെ ഡെപ്യൂട്ടി മേയറായിരുന്ന ശ്രീ TJ വിനോദ് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ മുട്ടിൽ നീന്തി, അരയ്ക്ക് നീന്തി തെരഞ്ഞെടുപ്പിന് നേരിട്ട ആൾക്കാരാണ് ഇപ്പോൾ പറയുന്നത് ഞങ്ങൾ അരമണിക്കൂർ മഴ പെയ്തപ്പോൾ, ഞങ്ങൾ ഈ കഴിഞ്ഞ 5 കൊല്ലക്കാലത്തിനിടയിലെ ഭരണത്തിനിടയിൽ മഴ പെയ്തപ്പോൾ എങ്ങനെയാണ് ഒരു നഗരം എല്ലാ ഏജൻസികളെയും വെച്ച് റെസ്പോണ്ട് ചെയ്തെന്നുള്ള ഉറപ്പല്ലേ? ഇനി വേറെ വല്ലതും വേണം ജിംസിന്? നിങ്ങൾ ഒരു മിനിറ്റ് മാറല്ലേ? ഞാൻ പറയുമ്പോ ജിംസ് അങ്ങനെ അസ്വസ്ഥനാവല്ലേ? നിങ്ങൾ ഈ 4th പില്ലർ എന്ന് പറഞ്ഞ സത്യത്തിൽ കോൺഗ്രസിന്റെ 4th പില്ലറാണ് എന്നാണ് എൻ്റെ അഭിപ്രായം പല ഘട്ടങ്ങളിലും. അതിലിപ്പോൾ ഞാൻ പറഞ്ഞു വന്നപ്പോൾ നിങ്ങൾ ഡിസ്ട്രാക്ട് ചെയ്യണത്. ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ശ്രീ TJ വിനോദിനെ പോലെ ഒരു ഡെപ്യൂട്ടി മേയർ അരയ്ക്ക്, ഞാനൊന്നും എൻ്റെ പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റിയുടെ സെക്രട്ടറി, ഞാൻ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ്. നോർത്ത് പാലത്തിന്റെ അപ്പുറത്തേക്ക് വൈകുന്നേരം 5 മണി വരെ തെരഞ്ഞെടുപ്പിൽ ഗാന്ധിനഗർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ എനിക്ക് പോകാൻ പറ്റിയില്ല. 8 മണിക്ക് 9 മണിക്ക് ഞാൻ രാത്രി കണക്കുകളൊക്കെ കഴിഞ്ഞ് 10-11 മണിക്ക് വീട്ടിലേക്ക് പോകുമ്പോൾ നമ്മുടെ സുഹാസ് ബൂട്ടിട്ട് മുട്ടോളം വെള്ളത്തിൽ സ്റ്റേഡിയത്തിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. ആ ആളുകളാണ് പറയുന്നത്. അറിയാതെ രാജു പി നായർ സത്യം പറഞ്ഞു. 10 കൊല്ലത്തെ ദുരന്തപൂർണമായ ഭരണം എന്താണെന്ന് ജനങ്ങൾ കണ്ടെന്ന്. കറക്റ്റാണത്. 10 കൊല്ലത്തെ നിങ്ങളുടെ ദുരന്തമായ ഭരണവും 5 കൊല്ലക്കാലത്തെ ഞങ്ങളുടെ ജനക്ഷേമപരമായ പ്രവർത്തനങ്ങളെയും ജനങ്ങൾ സ്വാഭാവികമായും താരതമ്യം ചെയ്യും. ഞാനിപ്പോൾ സ്ഥിരമായി ഞങ്ങളുടെ യോഗത്തിൽ പറയുന്ന കാര്യമുണ്ട്, ഒരു ഉളുപ്പ് വേണ്ടേ? ശ്രീ ടോണി ചമ്മണി ഇരുന്ന് നിങ്ങളുടെ മാധ്യമങ്ങളോട് പറയുകയാണ് ഇതെല്ലാം ഞാൻ വിഭാവനം ചെയ്തതാണ്, എൻ്റെ ഭാഗ്യമാണ്. ഇപ്പോൾ 72 ഞങ്ങൾ ചെയ്ത കാര്യങ്ങൾ അടിച്ച് വീടുകളിലേക്ക് കൊടുത്ത്. കുറച്ചും കൂടി സ്വപ്നം പുള്ളി കണ്ടിരുന്നെങ്കിൽ എൻ്റെ ഒരു അവസ്ഥ എന്തായിരിക്കും, എൻ്റെ പാടെന്തായിരിക്കും എന്നാണ് ഈ കൊച്ചിയിലെ ജനങ്ങൾ ആലോചിക്കുന്നത്. എൻ്റെ പൊന്ന അജിംസ, ഇതിനൊക്കെ സ്വാഭാവികതയാണ്. ഇനി ഡബിൾ എഞ്ചിനിലേക്ക് വരണം. അജിംസ ആരെക്കുറിച്ചാണ് പറയണത്? UDF കുറിച്ചാണ് പറയണത്. വളരെ മര്യാദരാമന്മാരായ ആരാ ആക്ഷേപം ഉന്നയിക്കുന്നത്? നിങ്ങൾ ബ്രഹ്മപുരത്തെ പറ്റി ഇദ്ദേഹം പറഞ്ഞില്ലേ? നിങ്ങൾ ഫുട്ടേജസ് എടുക്ക്, മീഡിയ വണ്ണിൻ്റെ ഫുട്ടേജ് എടുക്ക്. മീഡിയ വണ്ണിൻ്റെ ഫുട്ടേജ് നിങ്ങൾക്ക് ധൈര്യം ഉണ്ടോ ഇപ്പോൾ കാണിക്കാൻ? ഞാൻ പറയാം, ഞാൻ മേയറായി ചുമതല ഏറ്റെടുത്തതിന് ശേഷം ബ്രഹ്മപുരത്ത് ചെല്ലുമ്പോൾ രാജു പി നായരില്ലല്ലോ, അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ 2 ചെയർമാൻമാരുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഒരു അടി മുമ്പോട്ട് നടത്താൻ പറ്റാത്ത വിധത്തിൽ മാലിന്യത്തിൻ്റെ മലകളായിരുന്നു. അതിലാണല്ലോ എല്ലാ കൊല്ലവും കത്തിക്കൊണ്ടിരുന്നത്. നിങ്ങളിപ്പോൾ അവിടെ ചെന്ന് നോക്ക്, അവിടെ ഏതെങ്കിലും മാലിന്യം മല പോയിട്ട് മാലിന്യത്തിൻ്റെ ഒരു കുന്നുണ്ടാകുന്ന നിങ്ങൾ പരിശോധിച്ച് നോക്ക്. മാറ്റമല്ലേ? ഇപ്പം ഞാൻ പറഞ്ഞ മാറ്റം നടന്നതിന് ശേഷം ബാക്കി പിന്നെ എന്ത് അജിംസിനിടയ്ക്ക് അറിയാതെ ചോദിക്കാൻ പോയി. പിന്നെ അജിംസ് ബ്രേക്ക് ഇട്ട് ചിലതൊക്കെ ചോദിക്കണം ഇവരോട്, ഞങ്ങളോട് ചോദിക്കണമല്ലോ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. സ്മാർട്ട് സിറ്റി പദ്ധതി അദ്ദേഹം ടോണി ചമ്മണി 2000 കോടി കൊണ്ടുവന്നാണെന്ന്. അപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ടോണി ചമ്മണി ആയിരിക്കും വാങ്ങിച്ചു കൊടുത്തത്. ആരോടാണ് ഈ പറയുന്നത്? നരേന്ദ്രമോദിയുടെ ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമായി ഇവർ സമ്മതിച്ചു അത് പറഞ്ഞാൽ പിന്നെ അതിൽ 50% സെൻട്രലുള്ളൂ, ബാക്കി 50% സ്റ്റേറ്റും കോർപ്പറേഷനും കൂടി ചേർന്നാണ്. ഇത്രയും നാൾ ഞങ്ങൾക്കെതിരായിട്ട് എന്താണ് ആക്ഷേപം? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വികസനം നടത്തില്ല, ഇടതുപക്ഷ ജനാധിപത്യ കേന്ദ്രത്തിൻ്റെ ഫണ്ട് ഉപയോഗിക്കുന്നില്ല. ഞങ്ങൾക്ക് 1100 കോടി രൂപയുടെ ഈ പാക്കേജ് വന്നപ്പോൾ 1122 കോടി രൂപയുടെ കാര്യങ്ങൾ നടത്തി. സമൃദ്ധി സ്മാർട്ട് സിറ്റിയാണോ? ഷീലോഡ്ജ് സ്മാർട്ട് സിറ്റിയാണോ? ടർഫ് സ്മാർട്ട് സിറ്റിയാണോ? നമ്മുടെ നാട്ടിൽ നടന്നിട്ടുള്ള സ്കൂളുകളിലെ ലാബുകൾ സ്മാർട്ട് സിറ്റിയാണോ? അതൊക്കെ ഇവർ തുടങ്ങി വെച്ചാണെന്നാണ് പറയുന്നത്. പിന്നെ അവർ തുടങ്ങിയല്ല, അവർ ലോകത്തെ കംപ്ലീറ്റ് കാര്യങ്ങൾ അജിംസ് ഇതൊക്കെ ഈ കൊച്ചിയാണ്. നേരത്തെ അജിംസ് ചോദിച്ചില്ലേ, ആളുകൾ മുഴുവൻ ഇത് കണ്ടതാണ്.